ഈ സമയം ഹോസ്റ്റലിൽ അനുവിന് അവിടെ ഇരുന്ന് ബോറടിച്ചു. അവൾ ലച്ചുവിനെ ഫോണിൽ വിളിച്ചു, എടുക്കുന്നില്ല. ഈ പെണ്ണ് എവിടേക്കാണാവോ? ഇപ്പം ലഞ്ച് ടൈം ആണല്ലോ, പിന്നെന്താ എടുക്കാത്തെ? എന്തായാലും ശരത്തിനെ വിളിച്ചു നോക്കാം. ഈ സമയം എല്ലാം തകർന്നവനെ പോലെ ആരുമില്ലാതെ ക്ലാസ് റൂമിൽ ഇരിക്കുന്നുണ്ട്. അവൻ്റെ ഫോൺ ശബ്ദിച്ചു. അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഇവൻ എന്താ ഫോൺ എടുക്കാത്തെ? ഈ അനുവിനോടാണ് അവൻ്റെ കളി. ഇപ്പം ശരിയാക്കി തരാം മോനെ എന്നും പറഞ്ഞ് അവൾ അവൻ്റെ വാട്സപ്പ് എടുത്ത് വെറുപ്പിക്കാൻ തുടങ്ങി. കുറേ ഹായ് അയച്ചു വെറുപ്പിച്ചു. അവൻ സഹി കേട്ട് ഫോൺ എടുത്ത് നോക്കി. അനുവാണെന്ന് കണ്ടതും അവൻ അവളെ തിരിച്ചു വിളിച്ചു. അവൾ ഫോൺ എടുത്തു. എന്തായി മോനെ പ്ലാനിങ് ഒക്കെ? ഇനി എന്താവാനാണ് അനു, എല്ലാം പോയില്ലേ. വെറുതെ ഞാൻ വിട്ടിവേഷം കെട്ടി. ഒന്നും വേണ്ടായിരുന്നു. എൻ്റെ പ്രണയം മറച്ചു വെച്ചാൽ മതിയായിരുന്നു. എടാ എന്താണോ ഉണ്ടായേ? എന്തിനാ ഇനി എന്നെ കോമാളിയാക്കണേ? ഇടാ നീ കാര്യം പറയ്. ശരത്ത് നടന്ന എല്ലാ കാര്യവും പറഞ്ഞു. അനുവിൻ്റെ മനസ്സിൽ ഇനി ഇവനോടൊന്നും പറയാതിരുന്നാൽ ശരിയാവില്ല. ഇവനിന്ന് എല്ലാം അറിയണം. എടാ ശരത്തെ, അവൾക്ക് ഗൗതമന് ഇഷ്ടമല്ലടാ. വേണ്ടനു, ഇനിയും കള്ളം പറയണ്ട. ഞാൻ എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ലടോ. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് ശരത്ത്. അപ്പോഴേക്കും അവൻ ദേഷ്യം വന്ന് ഫോൺ കട്ട് ചെയ്തു. അനു, ഇനിയും പറ്റില്ല. ഇപ്പം തന്നെ കോളേജിലേക്ക് പോവാം. എന്നിട്ട് എല്ലാം അവനോട് പറയണം. അനുവിൻ്റെ അസുഖം കുറഞ്ഞതുകൊണ്ട് അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ കോളേജിലെത്തി. അവൾ വേഗം ശരത്തിനെ തിരിഞ്ഞ് അവിടെ എല്ലാം നടന്നു. അവസാനം ഒഴിഞ്ഞൊരു ക്ലാസ് റൂമിൽ അവൻ ഇരിക്കുന്നത് കണ്ടു. ശരത്! അവൻ മുഖമുയർത്തി അവളെ നോക്കി. അനു, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നിനക്ക് വയ്യാത്തതല്ലേ? എന്നോട് ആദ്യം എല്ലാ കാര്യവും പറഞ്ഞു നിനക്ക് വയ്യെന്ന്. അനു അതൊന്നും കേൾക്കാതെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എടാ ലച്ചു, അവൾ നിന്നെ മതി. അവളെക്കുറിച്ച് എനിക്കൊന്നും കേൾക്കണ്ട, എന്നോടൊന്നും പറയണ്ട. അനു, നീ എന്താണ് പറയുന്നത് ശരത്? നീ അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ലേ? എന്നിട്ട് നീ അവളെ മനസ്സിലാക്കിയിട്ട് പോലും ഇല്ലല്ലോ. കഷ്ടം. എന്ത് മനസ്സിലാക്കിയിട്ടില്ലെന്ന്? അവൾ എല്ലാ കാര്യവും അവനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് അവൻ തരിച്ചു നിൽക്കുകയാണ്. അപ്പോ സന, ഗൗതം, ജോൺ, ലച്ചു. അവൻ നിലത്തേക്ക് ഊർന്നിരുന്നു. എന്നിട്ട് എന്നോടൊരു വാക്ക്. ലച്ചു, അവള് കാരണമാ സന ഇന്ന് സന്തോഷമായി ഇരിക്കുന്നത്. അപ്പോ ഞങ്ങളുടെ സന ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ? എന്നാലും ആ ജോണും ഗൗതവും, അവന്മാർക്ക് എങ്ങനെ തോന്നി? പാവം സന. എടാ, നീ ഇതാരോടും പറയരുത് പ്ലീസ്. ഞാൻ നിന്റെ കാല് പിടിക്കാം. അപ്പോ നാഷിക് സാറ് സനയുടെ ചേട്ടനല്ലേ? ഇനിയെങ്കിലും പോയി നീ നിന്റെ ഇഷ്ടം അവളോട് പറയും. അവർ രണ്ടാളും ക്ലാസ്സിലേക്ക് പോയി. അവിടെ അവൾ ഉണ്ടായിരുന്നില്ല. എടാ, അവളെവിടെ പോയി? നാഷിക് സാറിനോട് ചോദിച്ചു നോക്കിയാലോ? ഞാൻ ചോദിക്കാം, നീ ഇവിടെ നിൽക്ക്. അവൾ പോയി സാറിനോട് ചോദിച്ചു. അപ്പോൾ സാറ് അവൾ ഹോസ്റ്റലിലേക്ക് പോയ കാര്യം പറഞ്ഞു. അല്ല, അപ്പോൾ താൻ ഇന്ന് ലീവല്ലേ? ഞാൻ പനി മാറിയപ്പോൾ വന്നതാ. അവൾ ശരത്തിൻ്റെ അടുത്തേക്ക് ഓടി. എന്താടി? അവൾ ഹോസ്റ്റലിൽ പോയെന്ന്. പക്ഷേ അവൾ വന്നിട്ടില്ല. ഞാൻ വരുന്ന വഴി അവളെ കണ്ടതുമില്ല. എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു ശരത്ത്. ആ ജോൺ അവളെ എന്തെങ്കിലും... നീ പേടിക്കണ്ട. ഇനി എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഈ ശരത്ത് ആരാണെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. എൻ്റെ ലച്ചുവിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൾ എൻ്റെ പെണ്ണ. പിന്നെ അനു, നീ എന്നോട് പറഞ്ഞ കാര്യം ലച്ചു അറിയണ്ട. ഇനി നീ കണ്ടോ ഈ ശരത്ത് ആരാണെന്ന്. അതും പറഞ്ഞ് അവൻ നാഷിക് സാറിൻ്റെ അടുത്തേക്ക് പോയി. നാച്ചുക്ക! ആ വിളിയിൽ നാച്ചു ഒന്ന് പേടിച്ചു. എന്നോടെല്ലാം പറഞ്ഞു അനു. അവൻ ലച്ചുവിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ലച്ചു അവിടെ പോയി? നോ, അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. വാ ശരത്. അവർ രണ്ടാളും കൂടി പ്രവീണിൻ്റെ അടുത്തേക്ക് പോയി. ഇപ്പം നമ്മൾ പറഞ്ഞ പ്രവീൺ നമ്മുടെ സാറല്ല കേട്ടോ, നമ്മുടെ ലച്ചുവിൻ്റെ ഏട്ടൻ പ്രവീണാണേ. ലച്ചു കണ്ണു വരിച്ചു തുറന്നു. അവൾ ചുറ്റും നോക്കി.
അവളെ കെട്ടിയിട്ടിട്ടുണ്ട്, വായിൽ ടാപ്പ് ചുറ്റിയിട്ടുണ്ട്. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അവളൊന്ന് ഓർത്തു നോക്കി. അവൾ ഇങ്ങോട്ട് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവളുടെ മുമ്പിൽ കുറേ മാസ്ക് ഇട്ട ആൾക്കാർ വന്നു. അവളെ ആരോ തലക്കടിച്ചു. പിന്നെ എല്ലാം മങ്ങിയിരുന്നു. കണ്ണുകൾ തുറന്നപ്പോൾ ഇവിടെയും. അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു. അയാളാണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങുന്നു. ദൈവമേ, ഇനി ഞാൻ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. അവൾ ഒന്നും കൂടെ അവിടെ നോക്കി. ഒന്നും കണ്ടില്ല. അവൾ വായിലെ ടേപ്പ് കടിച്ചു പൊട്ടിച്ചു. കയ്യിലെ കെട്ടും എങ്ങനെയൊക്കെയോ പൊട്ടിച്ചു. അവൾ ശബ്ദമുണ്ടാക്കാതെ അയാളുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അവൾ പ്രവീണെ വിളിച്ചു. പ്രവീൺ എല്ലാം കേട്ട് ശില കണക്കിന് നിൽക്കുകയാണ്. ഇല്ല, എൻ്റെ ലച്ചു, അവൾ... പെട്ടെന്ന് അവൻ്റെ ഫോൺ ബെല്ലടിച്ചു. അവൻ ഫോൺ നോക്കിയപ്പോൾ അൺനോൺ നമ്പറിൽ നിന്നാണ്. അവൻ ഫോൺ എടുത്തു. ഹലോ ഏട്ടാ, ഞാൻ ലച്ചുവാണ്. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവൾ പറഞ്ഞു തുടങ്ങി. ഏട്ടാ, എനിക്കറിയാം, എന്നെ ആരോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാണ്. ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. ഏട്ടൻ പെട്ടെന്ന് വാ പ്ലീസ്. അവൾ ഫോൺ കട്ടാക്കി. പ്രവീൺ അവൾ പറഞ്ഞത് കേട്ടിട്ട് ശരത്തിനെയും നാച്ചുവിനെയും വിളിച്ച് കാറിൽ കയറി അവൾ വിട്ട ലൊക്കേഷനിലോട്ട് നേരെ പോയി. ലച്ചു ഫോൺ അയാളുടെ പോക്കറ്റിൽ തന്നെ വെച്ചു. എന്നിട്ട് അയാൾ ഇരുത്തിയ പോലെ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ ഫോൺ ബെല്ലടിച്ചു. അയ്യോ, ഇനി ഏട്ടൻ വിളിക്കുന്ന വല്ല ആണോ ആവോ? അയാൾ ഫോൺ എടുത്തു. ഓക്കെ സാർ എന്ന് മാത്രം പറഞ്ഞു. എന്നിട്ട് അയാൾ റൂം അടച്ച് പുറത്തേക്ക് പോയി. ലച്ചുവിനാണെങ്കിൽ വിശന്നിട്ടും വയ്യ. അവളൊന്നും കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അയാൾ ഡോറ് തുറന്ന് അകത്തേക്ക് വന്ന് കയ്യിൽ ഒരു കവറും ഉണ്ടായിരുന്നു. അയാൾ കൊണ്ടുവന്ന കവർ ലച്ചുവിന് കൊടുത്തു. അയാൾ പറഞ്ഞു, ഇത് വേണമെങ്കിൽ കഴിച്ചോ. അവൾ വായ കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ ടേപ്പ് ഒട്ടിച്ച കാരണം ഒന്നും മനസ്സിലാവുന്നില്ല. അയാൾ ടേപ്പ് ഊരി. എടോ, താൻ എന്നെ കെട്ടിവെച്ച ഞാൻ എങ്ങനെ തിന്നാനാ? അയാൾ ഒരു പൊട്ടനായിരുന്നു. അയാൾ കെട്ട് ഊരിക്കൊടുത്തു. ലച്ചു ഭക്ഷണം എടുത്ത് തിന്നാൻ തുടങ്ങി. എന്തൊരാർത്തിയാണ്, പതിയെ തിന്നാ പോരെ. ഞാനിപ്പോൾ വരാം, മര്യാദയ്ക്ക് ഇവിടെ ഒതുങ്ങിയിരുന്നോണം കേട്ടോടി. അയാൾ വാതിലടച്ച് പുറത്തേക്ക് പോയി. ലച്ചു ആരാ മോള്? അവൾ ഒരു വടി എടുത്തു വെച്ചു. വാതിലിൻ്റെ ബാക്കിൽ ഒളിച്ചിരുന്നു. അയാൾ വന്ന് വാതിൽ തുറന്നതും അവൾ അയാളുടെ തലക്കിട്ടൊന്ന് പൊട്ടിച്ചു. അയാൾ ബോധം കെട്ട് വീണു. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയതും ഗൗതമും ജോണും വന്നു. അവൾ ഗൗതമിൻ്റെ അടുത്തേക്ക് ചേർന്ന് അഭിനയം തുടങ്ങി. എനിക്കറിയാമായിരുന്നു എൻ്റെ കണ്ണേട്ടൻ എന്നെ രക്ഷിക്കാൻ വരുമെന്ന്. ഗൗതമും ജോണും അട്ടഹസിച്ച് ചിരിച്ചു. നീ എന്താടി വിചാരിച്ചത്? ഞങ്ങൾ നിന്നെ രക്ഷിക്കാൻ വന്നതാണെന്നോ? കേട്ടോ ഗൗതമേ, അവൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ഗൗതമേ, നീ പറഞ്ഞു കൊടുക്കടാ. നിങ്ങളെന്താ വിചാരിച്ചത്? ഞാൻ പൊട്ടത്തിയാണെന്നോ? നിങ്ങൾ ആരാണെന്നും എന്താണെന്നും എനിക്ക് നല്ല പോലെ അറിയാം. അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ കളിക്കിറങ്ങിയത്. പിന്നെ മോനെ ഗൗതം, നീ വിചാരിക്കുന്ന പോലെ എനിക്ക് നിന്നോടൊരു പ്രേമവും മണ്ണാൻ കെട്ടേയില്ല. ഇതൊക്കെ വെറും ആക്ടിങ്. ഇപ്പോൾ ശരിക്കും നിങ്ങൾ രണ്ടുപേരും പൊട്ടന്മാരായത്. നീ എന്താടാ ഗൗതമേ പറഞ്ഞത്? സനയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്നല്ലേ? നിങ്ങൾ രണ്ടും കൂടി പിച്ചി ചീന്തിയതല്ലടാ പാവത്തിനെ. ജോണും ഗൗതവും ഒന്ന് ഞെട്ടി. അതേടി എന്നും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് വന്ന് കരണക്കുറ്റി നോക്കി ഒറ്റ പൊട്ടീര്. അവൾ തെറിച്ചു വീണു. അവളുടെ ബോധവും പോയി. അവർ രണ്ടാളും തിരിഞ്ഞു നോക്കി. പ്രവീൺ, ശരത്, നാച്ചു, ഗൗതമും ജോണും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഗൗതം രക്ഷപ്പെടാനുള്ള ഐഡിയ പുറത്തെടുത്തു. നാഷിക് സാർ. ഗൗതം നാഷിക് സാറിൻ്റെ അടുത്തേക്ക് പോയി. ഗൗതം പറഞ്ഞു, സാർ, ഈ ജോൺ ഇവൻ നമ്മുടെ ലച്ചുവിനെ, ഞാൻ അവളെ രക്ഷിക്കാൻ വന്നതാ. ആണോ? നീ വന്നേ? അവൻ അടുത്തേക്ക് വന്നു. അവൻ്റെ മോന്തം നോക്കി ഒരൊറ്റ അലക്കങ്ങോട്ട് അലക്കി. നീ ഞങ്ങളെ പൊട്ടന്മാരാക്കാൻ നോക്കല്ലേ? അതും പറഞ്ഞ് അവൻ ഇടിക്കാൻ തുടങ്ങി. ഈ സമയം ജോൺ രക്ഷപ്പെടാൻ നോക്കിയാണ്. ഡാ! പ്രവീൺ ചീറി അവനെ ഇടിക്കാൻ തുടങ്ങി. ഇടിയുടെ ഇടയിൽ പ്രവീൺ, എടാ ശരത്തെ, നീ ലച്ചുവിനെ കൊണ്ട് പൊക്കോ, ഇവന്മാരൊക്കെ ഉള്ളത് ഞങ്ങൾ നോക്കിക്കോളാം.
അതെങ്ങനെ ശരിയാവും പ്രവീണേട്ടാ? ഇവൻ എൻ്റെ പെണ്ണിനെയാ തൊട്ടത്, പിന്നെ ഞങ്ങളുടെ സനയെയും. ഇവനിക്കുള്ള ചിന്ന ഡോസ് ഞാൻ കൊടുക്കും. നാശുക്ക, പ്രവീണേട്ടാ, ഇവന്മാരെ ഒന്ന് കെട്ടിയിട്, ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. അവന്മാർ രണ്ടാളെയും ഒരു കട്ടിലിൽ കിടത്തിയിട്ടുണ്ട്. ശരത്ത് വന്നു. നാച്ചുക, അവന്മാരുടെ ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കേ. അവൻ പറഞ്ഞ പോലെ തന്നെ അവർ ചെയ്തു. അവൻ അവിടെ കിടന്നിരുന്ന മദ്യത്തിൻ്റെ കുപ്പി എടുത്ത് പൊട്ടിച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു കഷ്ണമെടുത്ത് ജോണിൻ്റെ മേലെ വരയാൻ തുടങ്ങി. അവൻ കിടന്നു പൊളഞ്ഞു. അവൻ്റെ ഓരോ ഭാഗത്തും അവൻ വരഞ്ഞു. നാച്ചു വന്നു അതിൻ്റെ മറ്റേ കഷ്ണമെടുത്ത് ഗൗതമിൻ്റെ ശരീരത്തിലും. ഇനി നീയൊന്നും ഒരു പെണ്ണിൻ്റെയും ശരീരത്തിൽ തൊടാൻ പാടില്ലടാ. പ്രവീണേട്ടാ, ആ വണ്ടിയിലുള്ള ആ സാധനം ഒന്ന് എടുത്തു വന്നേ. ഇതൊന്നും പോരാ. പ്രവീൺ ഒരു സാധനം കൊണ്ടുവന്നു. ഹേയ്, നോ നോ പ്ലീസ്. നാച്ചു ആ സാധനം തുറന്നു. അതിൻ്റെ സ്മെല്ലടിച്ചു. അവർ മൂക്കുപൊത്തി. ഇതെന്താണെന്ന് മക്കൾക്ക് നല്ലപോലെ അറിയാലോ. നിങ്ങളൊക്കെ കുടിക്കുന്നത് നല്ല ഒന്നാം തരം മദ്യം. അതും പറഞ്ഞ് അവരുടെ മുറിവിലേക്കൊഴിച്ചു. അവർ ചീറി. മക്കൾ ചീറിക്കോട്ടെ, ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും കേൾക്കില്ല. ഗൗതവും ജോണും, പ്ലീസ് ഞങ്ങളൊന്നും ചെയ്യല്ലേ, ഞങ്ങളെ വെറുതെ വിട്ടേക്ക്, ഞങ്ങളിനി അങ്ങനൊന്നും ചെയ്യില്ല. ഇതുപോലെ എൻ്റെ സന എത്ര വട്ടം നിന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്തിന്? എത്ര പെൺകുട്ടികൾ നിങ്ങളുടെ മുമ്പിൽ യാചിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ വെറുതെ വിട്ടോ അവരെ? ഇല്ലല്ലോ. ഇത്രയെങ്കിലും ഞങ്ങൾ ചെയ്യണം. നീ മരിച്ചു എന്ന് പറയുന്ന സനയില്ലടാ, അവളുടെ സഹോദരനാടാ ഞാൻ. അവൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതും പറഞ്ഞ് അവൻ പോക്കറ്റിൽ നിന്നൊരു ആസിഡെടുത്ത് അവരുടെ മുറിവിലേക്ക് ഒഴിച്ചു. ശരത്തെ, ഇനി ഇവർക്ക് ഞങ്ങളൊന്ന് കൊടുക്കട്ടെ. ശരത്ത് ലച്ചുവിനെടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ആരാണ് ലച്ചുവിനെ കൊണ്ടുവന്നത്? ഡോക്ടർ വിളിക്കുന്നു. ശരത്ത് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി. പേടിക്കാനൊന്നുമില്ല, BP ഒന്ന് കുറഞ്ഞതാ. ശരത്ത്, എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അവൻ ലച്ചുവിൻ്റെ അടുത്തേക്ക് പോയി. അവൾ മയക്കത്തിലായിരുന്നു. ശരത്ത് അവളെ നോക്കിയിരുന്നു. ഇനി നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല പെണ്ണെ ഞാൻ. അവൻ പുറത്തേക്കിറങ്ങി അനുവിനെ വിളിച്ചു. അവൾ ഫോൺ എടുത്തു. എന്തായി ശരത്ത്, ലച്ചുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് ഇല്ല, അവൾ ഹോസ്പിറ്റലുണ്ട്, നീ ഇങ്ങോട്ടേക്ക് വാ. കുറച്ച് കഴിഞ്ഞപ്പോൾ അനു വന്നു. എവിടെ എവിടെ ലച്ചു? ആ റൂമിലുണ്ട്, ചെല്ല്. അനു അവളെ കണ്ടുവന്നു. ജോൺ, ഗൗതം, അവന്മാര് അവരെ നാച്ചുക്കയും പ്രവീൺ ചേട്ടനും നോക്കിക്കോളും. ഇനി എന്നാ നീ നിന്റെ ഇഷ്ടം പറയുന്നേ? അതൊക്കെ ഉണ്ട്. അവൾ എന്നെ കുറെ കളിപ്പിച്ചതല്ലേ, അപ്പോൾ അവൾക്കും ഒരു ചിന്നപ്പണി. എന്ത്? ഇപ്പോൾ അവൾക്കൊന്നും അറിയില്ല. ഇനി നീയായിട്ടൊന്നും പറയരുത്. ഞാൻ അവിടെ പോയതും അവൾ കണ്ടിട്ടില്ല. അപ്പോൾ എന്താ നിന്റെ പ്ലാൻ? ഞാനും മീരയും കൂടി ഇനിയൊരു ഡ്രാമ കളിക്കാൻ പോവുകയാണ്. അവൾക്ക് കുറച്ച് കുശുമ്പ് വരട്ടെ. നീ പണി കൊടുത്ത് നടന്നല്ലേ അവളെ പ്രൊപ്പോസ് ചെയ്യണ്ടേ? അത് ചെയ്യാടി. വാലന്റൈൻസ് ഡേ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഇനിയൊന്നും അവളോട് പറയണ്ട. ഇപ്പോൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ പോട്ടെ. അനുവും ശരത്തും ലച്ചുവിൻ്റെ അടുത്തേക്ക് പോയി. അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അനു, എടി, നീ ബാക്കി പറയാൻ വന്നതും ശരത്ത് പറഞ്ഞു, നിന്നെ പ്രവീണേട്ടനാണ് കൊണ്ടുവന്നത്. നിനക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട്. ലച്ചു വാ പൊളിച്ച് നിൽക്കുകയാണ്. സൈറ്റ് അടിച്ച് ശരത്ത് കാണിച്ചു കൊടുത്ത്. അതെ. ലച്ചുവിന് ശരത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു മടി. നേരത്തെ അങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട്. അത് കണ്ടിട്ട് ശരത്തിന് മനസ്സിലായി. അവൻ്റെ ഫോൺ ബെല്ലടിച്ചു. കസ്റ്റമർ കെയറിൽ നിന്നാണ് കേട്ടോ. അവൻ പറഞ്ഞു, അനു ഞാൻ പുറത്തുണ്ടേ, മീര വിളിക്കുന്നുണ്ട്. അനു മനസ്സിൽ ചിരിക്കുകയാണ് കേട്ടോ. അവൻ പുറത്തേക്ക് പോയി. ലച്ചുവിന് ദേഷ്യം വന്നു എന്ന് കേട്ടപ്പോൾ തന്നെ, എടി, നിന്നെ പ്രവീണേട്ടനും നാച്ചിക്കയുമാണ് കൊണ്ടുവന്നത്. എന്നോട് പറഞ്ഞത് പ്രവീണേട്ടനാണ്. പറഞ്ഞത് ശരിക്കും എന്താണ് സംഭവിച്ചത്? ലച്ചു നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. നീ ശരത്തിനോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലടി. അവരൊക്കെ എവിടെ? അറിയില്ല, നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയി. ശരത്ത് പുറത്ത് നിൽക്കുകയായിരുന്നു. പ്രവീണും നാച്ചിക്കയും അങ്ങോട്ട് വന്നു. ശരത്, എന്തായി?